നമസ്കാരം, ജിൻസ് ഭാസ്കറാണ്. ട്രിവാൻഡ്രം IFFKയിൽ ഒരു സ്റ്റാള് ഇപ്പോൾ ഇങ്ങനെ ഒരു ഖരമാലിന്യ പ്രോസസ്സിംഗ് പ്ലാന്റിനെ കുറിച്ച്, അതൊരു ഗവൺമെൻറ് ഇനീഷ്യേറ്റീവാണ്. ആസ് ഓഫ് നോ ഉള്ളൊരു സിസ്റ്റമാണ്. നമുക്ക് അറിയാം, നമ്മുടെ നാട്ടിലെ പോപ്പുലേഷൻസ് കൂടി വരുമ്പോൾ ഭാവിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു ത്രെട്ട് എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ആസ് ഓഫ് നോ ഇങ്ങനെ ഒരു സിസ്റ്റം ഗവൺമെൻറ് നടപ്പിലാക്കുന്നുണ്ട്. നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് വേസ്റ്റ് എടുക്കുന്ന മുനിസിപ്പാലിറ്റിയിലുള്ള ആളുകളൊക്കെ അതിന് ശേഷം ഇത് എന്ത് ചെയ്യും എന്നുള്ളപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പേടിയാണ്. നമ്മുടെ നാട്ടിൽ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ പൊല്യൂട്ടഡ് ആവുമോ, വാട്ടർ പൊല്യൂട്ടഡ് ആവുമോ, അല്ലെങ്കിൽ വല്ല പക്ഷിമൃഗാദികൾ ഈ വേസ്റ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ നെയ്ബർഹുഡിൽ ഇട്ടിട്ട് അത് വൃത്തികേടാവുമെന്ന്. ഇവന്തോ നമ്മളെല്ലാവരും ജീവിക്കുന്ന പരിസ്ഥിതിയിൽ ഈ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നത് നമ്മൾ അവെയറല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല സിസ്റ്റം ഗവൺമെൻറ് ഇനീഷ്യേറ്റീവായി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് ബോധവാന്മാരാകുക എന്ന രീതിയിൽ ഒരു ക്യാമ്പയിൻ കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് അറിയാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. അപ്പോൾ ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ് മുന്നോട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും അതിനുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയിൽ ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷനോ അല്ലെങ്കിൽ വലിയൊരു സിറ്റി ആയിട്ട് കേരളം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ വേസ്റ്റ് ഡിസ്പോസലിനെ കുറിച്ച് നമുക്ക് അത് വളരെ സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ജനങ്ങൾ ബോധവാന്മാരാകുക. വേസ്റ്റുകൾ ഈ പറയുന്ന പോലെ ഇവർ പറയുന്ന പോലെ സെഗ്രിഗേറ്റ് ആയിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് വേറെ, അല്ലെങ്കിൽ ഡീഗ്രേഡബിൾ വേസ്റ്റ് വേറെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ വേസ്റ്റുകൾ, പലതരം വേസ്റ്റുകളുണ്ട്. പക്ഷേ ഇത് ഗവൺമെൻറ് എങ്ങനെയാണ് നല്ല പരിസ്ഥിതി നമുക്ക് തരാൻ വേണ്ടിയിട്ട് മാനേജ് ചെയ്യുന്നതെന്നും പലർക്കും അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംരംഭങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്.